ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് അമറാത്തിലെ ബാദിയിലെത്തിക്കാണ്. ബാദിയിൽ വിശേഷങ്ങളൊക്കെയാണിത്. ഇപ്പോൾ ബാദിയിലൊക്കെ കളിച്ച് കഴിഞ്ഞു. സോറി, അതിൻ്റെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ ഇപ്പം പോവുകയാണ്. പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരാം. അവിടെ അടുത്തായിട്ടൊരു ചെറിയൊരു ഫാം ഉണ്ടായിരുന്നു, അങ്ങോട്ടാണ് പോകുന്നത്. 2 താറാവും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അവളെ അതിൻ്റെ അകത്തോട്ട് കയറാൻ ഞാനും അച്ഛനും നടന്നു പോവാണ്. അമ്മ ഒക്കെ ബാക്കിലുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയാലോ ഗായ്സ്? ഓക്കെ, എനിക്ക് ആ താറാവിൻ്റെ കൂടെ ഒന്ന് തൊടണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അമ്മേൻ്റെ കൂടെ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തെന്നാ അമ്മ പ്ലീസ് അമ്മ ഒന്ന് തൊട്ടോട്ടെ എന്ന്. അപ്പോൾ അമ്മ സമ്മതിച്ചു. പക്ഷെ തൊടാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം തൊടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കട്ടെ തൊടാൻ പറ്റുമെന്ന്. ഓക്കെ, താറാവിനെ തൊട്ട് ഓക്കെ. കുറച്ച് ഇത് കണ്ടോ, ഈ കൂട് എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ ഫാം എന്ന് പറയാം. തൊടാൻ പറ്റില്ല, എന്നാലും നോക്കാം. ഇതിനകത്ത് കുറേ താറാവും പിന്നെ കുറേ കാടക്കോഴിയും ഒക്കെ ഉണ്ട് ഗായ്സ്. കാടക്കോഴി നിങ്ങൾക്കറിയാലോ, 2 മുട്ടയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പൂവൻ കോഴിയും പിഴക്കോഴിയും പിന്നെ കുറച്ച് എക്സ്പെഷ്യലി ഇതിൻ്റെ താറാവുള്ള. പിന്നെ ഒരു റാബിറ്റ് ഉണ്ട്. മുയലുണ്ട്. മുയലിനൊരു തുള കണ്ടോ അവിടെ? അത് മുയലിനെ ഒളിക്കാനുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്നുണ്ട്. ഓരോരുത്തരും തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ടൊക്കെ മാറുന്നതാണ് ഗായ്സ്. ഇപ്പം കാണുന്നത് ഞാൻ ഒന്ന് തൊട്ട് നോക്കുകയാണ്. എന്നാ പറഞ്ഞോട്ട് തൊടാൻ പറ്റുമോ? എനിക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമില്ല. തൊട്ടു ഗായ്സ്, പക്ഷെ ചെറുതായിട്ട് തൊട്ടേ ഉള്ളൂ. ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ. എന്താണെന്ന് പറഞ്ഞൂടാ, തൊട്ടില്ല ഗായ്സ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും പറ്റുമെങ്കിൽ. ഓക്കെ, അത് പോയി ഗായ്സ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. വി വാണ്ട് കോൺസെൻട്രേഷൻ ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ സോറി, ചെറുതായിട്ട് കഫ് ഉണ്ടായിരുന്നു ഗായ്സ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. എന്നാലും കുഴപ്പമില്ല. ഉണ്ടോ മുയൽ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്, എങ്ങോട്ടെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാണാം. അതായിരിക്കും പറ്റുന്നുള്ളൂ. ഒരു കുട്ടി അവിടുന്ന് കൈയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെങ്കിൽ പേടി കാരണം പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കണ്ടൊക്കെ ഇരുന്നു. പക്ഷെങ്കിൽ എനിക്ക് പിന്നെയും പോകണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇവിടെ നിൽക്കാമെന്ന് അമ്മയും അച്ഛൻ്റെ കൂടെയും പറഞ്ഞ് അച്ഛൻ സമ്മതിച്ചു. അതുകൊണ്ട് അമ്മയെ സമ്മതിച്ചു. കുറച്ചുകൂടി ഞങ്ങളിവിടെ നിൽക്കുന്നതാണ് ഗായ്സ്. ഇപ്പം നിങ്ങൾ ഈ മുയലിൻ്റെയും കാടേൻ്റെ ഒക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് പപ്പേൻ്റെ കൂടെ ചോദിക്കുവാണ്. ഇപ്പം ഞങ്ങൾ വരുന്നതാണ് ഗായ്സ്. ഓക്കെ, കണ്ടോ, നമ്മൾ ഈ ഇറങ്ങുമ്പോൾ ഒരു ഫുൾ അമറാത്തും കാണാം. പക്ഷേ സോറി, അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നൈറ്റിൽ വന്നാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ എൻ്റെ ഭദ്രൂട്ട് ഒരു ചെറിയ കുട്ടിയാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റില്ല. വീഡിയോ സോറി. പക്ഷേ പറ്റുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഗായ്സ്. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടൊന്ന് ഹാപ്പി ആയിരിക്കണം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഒമാൻ ഗായ്സ്. നിങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് നാടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷെങ്കിൽ ഇത് ഒമാനാണ്. ഇത് കണ്ടോ, അവിടെ എങ്ങനെയാണ് ഒരു തുള്ളിപ്പാറ കഷ്ണം പോലും വീകാണ്ട് എത്ര ഭംഗിയിലായിട്ടാണ് ഇതൊക്കെ വെച്ചത്. ഇങ്ങനെയാവണം നാടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാറയൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെയൊക്കെ നെറ്റിട്ടുണ്ടോ വീഴാണ്ടിരിക്കാനായിട്ട് പാറയൊക്കെ. അതേപോലെ നാട്ടിലില്ല. നമ്മൾ സേഫായിട്ട് ഇതേപോലത്തെ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ മേത്തൊരു വലിയ പാറയൊക്കെ വീഴും. അതാണ് ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ബൈ ഗായ്സ്.